സന്ദർശനം പ്രതിരോധ സുരക്ഷാ രംഗത്ത് പുത്തൻ ഊർജം നൽകും. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപൂനന്ദിലെ ജിമാർട്ടിനൊപ്പം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനം ഉഭയകക്ഷി സഹകരണത്തിന് പ്രത്യേകിച്ചും പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ പുതിയൊരു പ്രചോദനം നൽകുമെന്ന് സീഷെൽസിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ രോഹിത് രതീഷ് വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ചരിത്ര നാഴികക്കല്ലാണ് ഈ സന്ദർശനം. പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി ANIയോട് സംസാരിച്ച രതീഷ് ഇന്ത്യയും സീഷെൽസും ആഴത്തിൽ വേരൂന്നിയ ചരിത്രപരമായ ബന്ധങ്ങളും പൊതുവായ ജനാധിപത്യ മൂല്യങ്ങളും പങ്കിടുന്നുണ്ടെന്നും അത് അവരുടെ പങ്കാളിത്തത്തിന്റെ അടിത്തറയായി മാറുമെന്നും പറഞ്ഞു. ഇന്ത്യയും സീഷെൽസും സാംസ്കാരിക ബന്ധങ്ങളിൽ വളരെ ആഴത്തിലുള്ളതും ചരിത്രപരവുമായ ബന്ധങ്ങൾ ആസ്വദിക്കുന്നു. ഞങ്ങൾ ഒരു പങ്കിട്ട പ്രദേശത്ത് താമസിക്കുന്നു. ജനാധിപത്യത്തിന്റെയും നിയമവാഴ്ചയുടെയും മൂല്യങ്ങൾ പങ്കിടുന്നു. ഇവരാണ് ഞങ്ങളുടെ ഉഭയകക്ഷി പങ്കാളിത്തത്തിന്റെ നങ്കൂരം എന്ന് പറഞ്ഞു. ഈ സന്ദർശനത്തോടെ പ്രതിരോധത്തിനും സുരക്ഷയിലും കൂടുതൽ ഊർജ്ജസ്വലത കൈവരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തെ എടുത്തു കാണിച്ചുകൊണ്ട് തങ്ങളുടെ ബന്ധത്തിന് 2 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്നും രതീഷ് പറഞ്ഞു. നമ്മുടെ വിധികൾ 250 വർഷമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഉഭയകക്ഷി പങ്കാളിത്തം, നയതന്ത്ര ബന്ധങ്ങൾ ഈ ബന്ധത്തിലെ ഏറ്റവും പുതിയ അധ്യായം മാത്രമാണ്. സന്ദർശനത്തിന്റെ ഫലങ്ങളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച രതീഷ് ഒന്നിലധികം മേഖലകളിലെ ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ആഴമേറിയതും ചരിത്രപരവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയും അവയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഉഭയകക്ഷി ബന്ധങ്ങളുടെ ഒരു തീവ്രമായ കാലഘട്ടത്തിനായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സന്ദർശന വേളയിൽ നിരവധി വികസന സംരംഭങ്ങൾ അനാവരണം ചെയ്യാമെന്ന് ഹൈക്കമ്മീഷൻ സൂചിപ്പിച്ചു. സിവിലിയൻ ഭാഗത്തും പ്രതിരോധ സുരക്ഷാ വശങ്ങളിലും ചില പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച രാവിലെ സീഷെൽസിലേക്ക് പുറപ്പെട്ടു. അവിടെ അദ്ദേഹം രാജ്യത്തിന്റെ സുവർണ ജൂബിലി ദേശീയ ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുകയും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്യും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത പ്രതിരോധ സമുദ്ര പങ്കാളിത്തത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യൻ സായുധ സേനയുടെ ഒരു സംഘവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണത്തിന്റെ പൂർണ്ണ സ്പെക്ട്രം അവലോകനം ചെയ്യുമെന്നും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയും സീഷെൽസും ചരിത്രപരവും സാംസ്കാരികവും ജനങ്ങൾ തമ്മിലുള്ളതുമായ ബന്ധങ്ങളിൽ വേരൂന്നിയ ഒരു ദീർഘകാല പങ്കാളിത്തം പങ്കിടുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഒരു പ്രധാന സമുദ്ര അയൽക്കാരൻ എന്ന നിലയിൽ ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ എന്ന ലക്ഷ്യത്തിലും ആഗോള ദക്ഷിണേന്ത്യയോടുള്ള ന്യൂഡൽഹിയുടെ പ്രതിബദ്ധതയിലും സീഷെൽസ് ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നു. ഇന്ത്യയും സീഷെൽസും തമ്മിലുള്ള ശക്തവും നിലനിൽക്കുന്നതുമായ സൗഹൃദം ഈ സന്ദർശനം ഊട്ടിയുറപ്പിക്കുമെന്നും വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും പങ്കിട്ട പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.